നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ബന്ധം അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇത് ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. പോസിറ്റീവ് ആയിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം. എയ്റ്റ് ഓഫ് സോർഡ്സ് ആണ്, 10 ഓഫ് പെന്റിക്കിൾസ്, 6 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, the chariot, 7 of pentacles, 9 of wands, strength card, 5 of swords, page of cups. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഉള്ളത് നിങ്ങളുമായിട്ടാണ് എന്നാണ് കാണിക്കുന്നത്. അത് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവർ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു. അതായത് എപ്പോഴും അവരാണ് നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങോട്ട് വന്ന് മെസ്സേജ് ചെയ്യുക, നിങ്ങളെ വിളിക്കുക, നിങ്ങളുമായിട്ട് പുറത്തു പോകാൻ താല്പര്യം കാണിക്കുക. അങ്ങനെ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഇനീഷ്യേറ്റീവായിട്ട് ആദ്യം ഒരു ആക്ഷൻ എടുക്കുന്നത് ഇവരായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങോട്ടാണ്, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നിങ്ങൾക്ക് സ്നേഹവും കണക്ഷനും ഒക്കെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ അവർ നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. അവർ നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നിച്ച് നിങ്ങൾ തമ്മിൽ ഉണ്ടാവണം, ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അതാണ്. അപ്പോൾ അത്രയും അവരിൽ നിന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണല്ലോ എൻ്റെ പേഴ്സൺ എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാം, നിങ്ങൾക്കൊരു അഭിമാനബോധം തോന്നാം. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന, അത്രയും പരിഗണന തരുന്ന, കെയർ തരുന്ന അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അത്രയും ഇമോഷണലി കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും അവരുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഒരു കണക്ഷനും ഉണ്ടായിട്ടുള്ളത്. അവരാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരുടെ ഭാഗത്തു നിന്നാണ് എല്ലാ കാര്യങ്ങളും മുന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ പിന്നെ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ റിലേഷൻ ഒരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നല്ലൊരു റിച്ച് ഫാമിലി, അല്ലെങ്കിൽ ഒരു കൂടുതൽ അബൻഡൻ്റ് ആയ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം, സമൃദ്ധിയോടെ നമുക്കൊരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ
അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊരു തമാശയ്ക്ക് അല്ലെങ്കിൽ അവർ സീരിയസ് അല്ലാതെയാണോ അല്ലെങ്കിൽ ആത്മാർത്ഥത ഇല്ലാതെയാണോ ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോഴവരുടെ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപഴകുന്ന രീതിയൊക്കെ ഒരു മെച്ചുവേർഡ് അല്ലാതെ അല്ലെങ്കിൽ ഒരു സീരിയസ് അല്ലാതെ ഈ റിലേഷൻഷിപ്പിൽ ഒരു എന്താ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെയൊക്കെയാണ് അവർ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും ഒരു സീരിയസ് ആയിട്ടുള്ള ടോക്ക് വരുന്നില്ല. ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാവിയെക്കുറിച്ചോ ഒന്നും അവർ സംസാരിക്കുന്നില്ല. അവരെപ്പോഴും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ഇമോഷൻസിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു ലെവലിലോട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാറി. അപ്പോൾ അവർ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലെസ് കോൺടാക്റ്റ് ആയാലും നോ കോൺടാക്റ്റ് ആയാലും എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അവർ അവരുടെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. അവർ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഇവർ നിങ്ങളുടെ റിലേഷനിൽ മാത്രമേ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഹാപ്പിയാണ്, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കൺഫർമേഷൻ ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി, അല്ലെങ്കിൽ അവരിപ്പോൾ മാനസികമായിട്ട് അവിടെ സ്റ്റക്കാണ്. നിങ്ങളുടെ റിലേഷന് പ്രാധാന്യം കൊടുക്കാതെ അവരിപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് അതിലോട്ടാണ് അവരുടെ ഫോക്കസ് മുഴുവൻ കൊടുക്കുന്നത്. ഈ റിലേഷനിൽ അവർ ഒരു ചീറ്റിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണ് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് മാറിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവരങ്ങനെ ചീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. അവർ ചീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളോട് കണക്ഷൻ കുറവ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കരിയർ വൈസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലാണ് കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ 100% ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളൊരു ആത്മാർത്ഥത നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ അവരിപ്പോൾ കരുതുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒരു കരിയർ ബേസുള്ള ഒരു ഉയർച്ചയുമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോയാൽ പോലും അത് നല്ലൊരു ലൈഫായിട്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവർ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജി മൊത്തം അവരിപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റും കൂടുതൽ എഫേർട്ടും എടുക്കുന്നത് അവർ കരിയറിലും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലുമാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും നിങ്ങളോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ മുൻപൊരു റിലേഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് ആ ഒരു ബ്രേക്കപ്പിന് ശേഷം പുതിയൊരു റിലേഷനിലോട്ട് വന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പേടിയാണ്. അതായത് ഇനി ഈ റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവോ, ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുൻപ് അവർക്കൊരു ചീറ്റിംഗ് നേരിടോ, അവർക്ക് ഈ റിലേഷൻഷിപ്പ് നഷ്ടമാവോ, മുൻപത്തെ റിലേഷൻഷിപ്പിൽ അവർ നേരിട്ടിട്ടുള്ള അതേ സിറ്റുവേഷൻസ് ഇനിയും ക്രിയേറ്റഡ് ആവോ എന്നുള്ള ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫാമിലിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എതിർപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അവർക്കൊരു കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും മറ്റൊരു തടസ്സം ഇതിനിടയ്ക്കുള്ളത് കൊണ്ട് എന്താണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നറിയാത്ത ഒരു മൈൻഡ് സെറ്റിൽ മൈൻഡ് കെട്ടിയിട്ട ഒരു സ്ഥിതിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് കറക്റ്റ് ഒരു ഡിസിഷനിലോട്ട് പോകാൻ വേണ്ടി പറ്റാതെ ഇപ്പോൾ പാരൻസ് ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു റിലേഷൻ കമ്മിറ്റ്മെൻറ്റിലോട്ട് പോയാലും ഈ ഫാമിലി തന്നെ വേണം അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു മൈൻഡ് സെറ്റിലാണ് അവരുള്ളത്. ഓക്കെ, പക്ഷേ അവരുടെ മനസ്സിനകത്ത് ഏറ്റവും ഉള്ളറകൾക്കുള്ളിൽ എന്ന് പറയാം അത്രയും മനസ്സിനകത്തുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ഇവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു മാരേജ് കാർഡും സ്ട്രെങ്ത് കാർഡുമാണ്. ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകണം, എന്നിട്ട് ഈ റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് കൊണ്ടുവരണം.
ഫ്യൂച്ചറിൽ ഈ റിലേഷൻ അവരുടെ ലൈഫിൽ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് ഉള്ളിലുള്ളത്. പക്ഷേ ഈ പുറത്തുള്ള ഈ ഒരു ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് ഇവരുടെ മനസ്സിൽ എന്താണ് ശരിക്കും, എന്താണ് ഇവർ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ അവർ മുൻപോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഫോളോ യുവർ ബ്ലിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നിങ്ങൾ ആ ഒരു മൊമെന്റ് നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസ്പെറൻസി എന്നാണ് പറയുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഒരു മറയുമില്ലാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഇഷ്യൂസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതായത് അവരുടെ മനസ്സിലുണ്ടാവുന്ന കൺഫ്യൂഷൻ, പേടി, അതുപോലെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്യൂസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, ലവ് എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി പറ്റുക. പക്ഷേ ആ ഒരു സ്നേഹം എപ്പോഴും നിങ്ങളോട് പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അവർക്ക് അവരുടേതായ ഇഷ്യൂസ് വരുമ്പോൾ അവർ ആ ഒരു പ്രകടനം അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ ചില സമയത്ത് അവർക്കതിന് സാധിക്കുന്നില്ല, ചില സമയത്ത് അവർക്കതിന് പറ്റുന്നില്ല. അതൊക്കെ അവരുടെ ഇഷ്യൂസിൻ്റെ പ്രശ്നമാണ്. അവർ ഒരു ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർക്കതിന് സാധിക്കാതെ പോകുന്നതാണ്. ഓക്കെ, വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, കരിയർ ഗ്രോത്ത്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കും അത് വേണം. എങ്കിലല്ലേ ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഡിവൈൻ ഗൈഡൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ഇമോഷൻസ്, അവരുടെ മനസ്സിൽ പല രീതിയിലുള്ള ഇഷ്യൂസ് കടന്നു പോകുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത്. അവരുടെ ഇഷ്യൂ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങളോട് പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ഇതാണ് പ്രശ്നം, കരിയർ കാര്യങ്ങളിലെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ചില സമയത്തൊരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു പേടി, മുൻപത്തെ റിലേഷൻഷിപ്പ് പോലെ ആവോ എന്നുള്ള പ്രശ്നമുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും, അവർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അപ്പോഴും കരുതുന്നത് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്ന റീസൺസ് ആണിതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഇഷ്യൂ. ഓക്കെ, സയൻസ് എന്നാണ് നിങ്ങളുടെ ഒരു റീയൂണിയൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് ഈ റിലേഷൻ പോകുന്നതിൻ്റെ ഒക്കെ സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. ഏഞ്ചൽ നമ്പേഴ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷന് മാറ്റം വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ചേഞ്ചസ് വരും എന്നാണ് പറയുന്നത്.
ഇഫ് യു ബിലീവ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രമാത്രം വിശ്വാസമുണ്ട്, എത്രമാത്രം നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നടക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ഇവർ വെറുതെ നിങ്ങളോട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുവാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഇഷ്യൂസ് ആണിത് എന്നുള്ളതൊക്കെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആവുക. ഓക്കെ, റൊമാൻസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത്, ആഴം, ഈ റിലേഷൻ്റെ ഒരു അത്രയും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷനാണ്. ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ള ഒരു മെസ്സേജാണ് ഏഞ്ചൽസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ പി, ലെറ്റർ എം, letter U, letter W, letter A, letter N, മകം, രോഹിണി, നവംബർ, തൃക്കേട്ട, ഉത്രം, ഡിസംബർ, ആയില്യം, സെപ്റ്റംബർ, ജനുവരി 1997, ചിത്തിര, ജൂലൈ, അശ്വതി 1999, മകീര്യം, വിശാഖം, ലെറ്റർ എച്ച്, പൂരുട്ടാതി 1990. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.